മഹാനായ ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം റൗളത്തുൽ ഉഖലാഇ വനുസുഹത്തുൽ ഫുളലാ എന്ന ഗ്രന്ഥത്തിൽ ഒരു ചെറിയ കഥ ഉദ്ധരിക്കുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ്: അന്ന റജുലൻ റക്കിബൽ ബഹ്റ ഫകസറ ബിഹി. ഒരാൾ ഒരു കപ്പൽ യാത്രയിൽ തൻ്റെ കപ്പൽ കടലിൻ്റെ മധ്യഭാഗത്ത് വച്ച് കേടാവുകയാണ്. ഫവഖഅ ഫീ ജസീറത്തിൻ മിൻ ജസാഇരിൽ ബഹർ. അങ്ങനെ അദ്ദേഹം ആ കടലിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു ദ്വീപിൽ അകപ്പെടുകയാണ്. ഫമകസ ഫീഹാ സലാസൻ. ആ ദ്വീപിൽ അദ്ദേഹം 3 ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടുന്നു. ലാ യറാ ഫീഹാ അഹദൻ വലാ യഅകുലു തആമൻ വലാ യശ്റബു ശറാബൻ. ആ ദ്വീപിൽ ആരുമുണ്ടായിരുന്നില്ല. 3 ദിവസം കുടിക്കാനോ കഴിക്കാനോ ഒന്നും ലഭിക്കാതെ അദ്ദേഹം ഇങ്ങനെ കഴിച്ചുകൂട്ടി. ഫഅയ്സ മിനൽ ഹയാത്ത്. ഒരു രക്ഷകനും തന്നെ രക്ഷപ്പെടുത്താനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇനിയൊരു തിരിച്ചുപോക്കില്ല, എൻ്റെ ജീവിതം ഇതോടുകൂടെ അവസാനിക്കുകയാണ് എന്ന് മുൻപിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു കവിത പാടുന്നുണ്ട്. ആ കവിത അദ്ദേഹം ഉദ്ധരിക്കുന്നു: ഇദാ ശാബൽ ഖുറാബു അതൈതു അഹ്ലി വസാറൽ ഖാറു കല്ലബനിൽ ഹലീബി. അദ്ദേഹം പറയുകയാണ്, ഇദാ ശാബൽ ഖുറാബു അതൈതു അഹ്ലി. കാക്കയുടെ നിറം വെളുപ്പായി തീർന്നാൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തും. വസാറൽ ഖാറു കല്ലബനിൽ ഹലീബി. കറുത്ത ടാറിൻ്റെ നിറം പാലുപോലെ വെളുത്തതായി തീരുകയും ചെയ്താൽ എനിക്കെൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അതിനർത്ഥം ഇനി എൻ്റെ നാട് കാണാൻ എനിക്ക് സാധിക്കുകയില്ല, എൻ്റെ കുടുംബത്തെ കാണാൻ എനിക്ക് സാധിക്കുകയില്ല, എൻ്റെ മക്കളെ കാണാൻ എനിക്ക് സാധിക്കുകയില്ല, എൻ്റെ ജീവിതം ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് വളരെ വിഷമിച്ചുകൊണ്ട് ആ മനുഷ്യൻ പാടി എന്നതാണ് ചരിത്രം. എന്നാൽ ഇത് പാടിയ ഉടനെ അദ്ദേഹം ഒരു കവിത കേട്ടു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അതിങ്ങനെയാണ്: അസൽ കർബുല്ലദി അംസൈതു ഫീഹി യകൂനു വറാഅഹു ഫർജുൻ ഖരീബു. അസൽ കർബുല്ലദി അംസൈത ഫീഹി. നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസമുണ്ടല്ലോ, യകൂനു വറാഅഹു ഫർജുൻ ഖരീബു. അതിന് തുടർച്ചയായിക്കൊണ്ട് അതിനുശേഷം നിനക്കൊരു തുറവി, നിനക്കൊരു എക്സിറ്റ് ലഭിച്ചേക്കാം എന്ന് അദ്ദേഹം ഒരു കവിത കേട്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. ഉടനെ തന്നെ ഫനളറ ഫീഹാ ഫനളറ ഫഇദാ ഹിയ സഫീനത്തുൻ ഫിൽ ബഹർ. അങ്ങനെ അദ്ദേഹം ഇത് പാടിയ ഇത് കേട്ട ഉടനെ കടലിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയാണ്. അവിടെ കടലിൽ നിന്നും ഒരു കപ്പൽ തൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ അടുത്തു വരുന്നു. ഫലവ്വഹ ലഹും ഫഅതൗഹു ഫഹമലൂഹു ഫഅസാബഹും മഅഹും ഖൈറൻ വറജഅ ഇലാ അഹ്ലിഹി. ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തുകയും ആ കപ്പലിൽ അവർ നേടിയെടുത്ത സമ്പാദ്യത്തിൻ്റെ പകുതി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്നതാണ് ചരിത്രം. പ്രിയ സഹോദരന്മാരെ, ഇത് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് നമ്മൾ ഓരോരുത്തരും ഈ ചരിത്രത്തിൽ നിന്നും ഈ കഥയിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരുപാട് സങ്കീർണതകളിലൂടെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഈ ലോകത്തിൻ്റെ പ്രകൃതി അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായിരിക്കും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ മുഴുവനും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഈ ദുനിയാവ് പരീക്ഷണ ലോകമാണ്. എപ്പോഴും ഒരാൾക്ക് സുഖത്തിൽ തന്നെ കഴിഞ്ഞുകൊള്ളാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരു പ്രയാസവുമില്ലാതെ എപ്പോഴും സുഖത്തിൽ ഒരാളും ഈ ലോകത്ത് വസിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്കൊക്കെ അറിയാവുന്ന അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചല്ലോ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. തീർച്ചയായും ഒരു മനുഷ്യൻ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന് എളുപ്പമായി കൊണ്ട് ഒരു എക്സിറ്റ്, ഒരു തുറവി അവന് ലഭിക്കും എന്നത് തീർച്ചയാണ്. അപ്പോൾ മനുഷ്യൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ അവൻ നേരിടേണ്ടി വരും എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അത് മറ്റൊരു രൂപത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിന്റെ 186-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു, ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ വിഷയത്തിൽ, നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിൽ റഹ്മാനായ റബ്ബ് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ ശരീരത്തിന്റെ വിഷയത്തിൽ, അവന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ റഹ്മാനായ റബ്ബ് പരീക്ഷിക്കും എന്നതാണ് ഇസ്ലാം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടായിരിക്കും. നമുക്കറിയാം, ഒരു അസുഖവുമില്ലാതിരുന്ന എത്ര ആളുകളാണ് പൊടുന്നനെ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയത്. അവർക്ക് പ്രായമായിട്ടില്ല, ചെറിയ വയസ്സിൽ തന്നെ ജീവിതം വേർപിരിയേണ്ടി വരുന്ന, ജീവിതത്തോട് വേർപിരിയേണ്ടി വരുന്ന അനേകായിരം ആളുകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അല്ലേ? തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ വാർഡിലെ മെമ്പർ ജയിച്ച ആഹ്ലാദത്തിൽ പാട്ടിനനുസരിച്ച്, മ്യൂസിക്കിനനുസരിച്ച് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ, ഒരു യുവാവായ മനുഷ്യൻ പിടഞ്ഞു വീണ് മരിച്ചത് നമ്മുടെ അടുത്ത പ്രദേശത്താണല്ലോ. എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല നമ്മുടെ മരണം എപ്പോഴാണ്, എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്നതും. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയിൽ, നമ്മുടെ ഭർത്താക്കന്മാരിൽ, നമ്മുടെ മാതാപിതാക്കളിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ കടന്നു വരുമെന്ന് നമുക്ക് പറയുക സാധ്യമല്ല. എന്തു വന്നാലും റഹ്മാനായ റബ്ബിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, എല്ലാ പ്രയാസങ്ങൾക്കും ഒരു തുറവി റഹ്മാനായ റബ്ബ് നൽകും എന്നതാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ അൻകബൂത്തിന്റെ 2-ാമത്തെ ആയത്തിലൂടെ റബ്ബ് നമ്മോട് ചോദിക്കുന്നുണ്ട്, അഹസിബന്നാസു അയ്യുത്രകൂ അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അഹസിബന്നാസു അയ്യുത്രകൂ, മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ അവനെ ഞാൻ വിട്ടേച്ചു പോകുമെന്ന്, അവനെ ഞാൻ വെറുതെ വിട്ടേക്കുമെന്ന്. അയ്യഖൂലു ആമന്നാ, ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം, വഹും ലാ യുഫ്തനൂൻ, യാതൊരുവിധ പരീക്ഷണവും നേരിടേണ്ടി വരാതെ വളരെ സുഖസമ്പന്നതയോടെ ഒരു മനുഷ്യനെ ഞാൻ വിട്ടേച്ചു പോകുമെന്ന്, ഒരു മനുഷ്യനെ ഞാൻ ഒഴിവാക്കുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ആർക്കുമില്ല എന്നതാണ്. എത്ര സുഖത്തോടുകൂടെ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിലും അവന്റെ ജീവിതത്തിൽ അവൻ വിചാരിക്കാത്ത പരീക്ഷണങ്ങൾ കടന്നു വരും എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വീണ്ടും അള്ളാഹു പറയുന്നു, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ, അപ്പോൾ ആരാണോ സത്യം പറഞ്ഞവർ അള്ളാഹു അവരെ പറ്റി പൂർണ്ണമായി തിരിച്ചറിയുന്നതാണ്, കള്ളം പറയുന്നവരെയും അവൻ തിരിച്ചറിയുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ സഹിച്ച് ക്ഷമിച്ച് ആ റബ്ബിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവർ ആരാണോ എന്ന് കൃത്യമായി അള്ളാഹു നോക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അല്ലാഹുവല്ലാത്ത ആളുകളിലേക്ക് അഭയം പ്രാപിക്കുന്നവർ ആരാണോ എന്നും റഹ്മാനായ റബ്ബ് നോക്കും എന്നതാണ് ഇസ്ലാമിലൂടെ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രോഗങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു 30, 40, 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഇന്ന് മഴക്കാലത്ത് കൂൺ മുളയ്ക്കുന്നത് പോലെയാണ് ഹെൽത്ത് ക്ലബ്ബുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും, പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ആരോഗ്യത്തിന് വേണ്ടി, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി രാവിലെ തന്നെ തെരുവിലിറങ്ങുകയാണ്. എന്താണ് കാരണം? മനസ്സിലൊരു ഭയമുണ്ട്. എനിക്ക് രോഗം വരുമോ? എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുമോ? എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം വേർപിരിഞ്ഞുകൊണ്ട്, അതിനോടെല്ലാം വേർപെട്ട് ഒരു നിമിഷ നേരം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞ് പോകേണ്ടി വരുമോ എന്ന ഭയമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നമുക്കറിയാം, ഈ അടുത്ത് ഒരു കുടുംബ സംഗമത്തിൽ ഒരു വനിത, വലിയ വയസ്സൊന്നുമില്ല, 40 45 വയസ്സ് മാത്രമാണ് പ്രായം. ആ സ്ത്രീ അവരുടെ കുടുംബ സംഗമത്തിൽ പാട്ടുപാടി ഒപ്പന കളിക്കുന്നതിനിടയിൽ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. സഹോദരന്മാരെ, ഇതാണ് ലോകം. ഏത് നിമിഷത്താണ്, ഏത് സന്ദർഭത്തിലാണ് നമ്മളൊന്നും വിചാരിക്കാത്ത പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. ഒരു വിശ്വാസിയാണെങ്കിൽ എത്ര തന്നെ പരീക്ഷണങ്ങൾ വന്നാലും, എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും, എനിക്കെന്റെ റബ്ബുണ്ട്, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന പ്രഖ്യാപനം അവന് പ്രഖ്യാപിക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, മഹാന്മാരായ പ്രവാചകന്മാർ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന മാതൃക അതാണ്.
അല്ലേ? ജീവിതത്തിൽ 18 വർഷക്കാലമാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗത്തിന്റെ നെരിപ്പോടിൽ കഴിഞ്ഞുപോയത്, അല്ലേ? 18 വർഷക്കാലം ഉണ്ടായിരുന്നതെല്ലാം ഓരോന്നോരോന്നായി നഷ്ടപ്പെടുകയായിരുന്നു. വലിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. രോഗം മൂർച്ഛിച്ചത് കാരണം ഓരോരുത്തരായി അയ്യൂബ് നബിയിൽ നിന്നും വേർപെട്ടു പോയി. അവസാനം തൻ്റെ ഭാര്യ പോലും സഹധർമ്മിണി പോലും വിട പറഞ്ഞു പോകുന്ന അവസ്ഥയിലെത്തി എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ആ സന്ദർഭത്തിൽ ഒരിക്കൽ പോലും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മുൻകാല പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് നമുക്ക് കാണുക സാധ്യമല്ല. ഇന്ന് പുരോഹിതന്മാർ നമ്മുടെ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത് ദർഗകളിലേക്കും തങ്ങന്മാരിലേക്കും ജാറങ്ങളിലേക്കും മഹാന്മാരുടെ മക്ബറകളിലേക്കുമാണ്. നമുക്കറിയാമല്ലോ, ഞാൻ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് ആവശ്യമില്ല. അത്രമേൽ അല്ലേ ശൈഖന്മാരുടെ തങ്ങന്മാരുടെ ജാറങ്ങളിലേക്ക് മക്ബറകളിലേക്ക് പുരോഹിതന്മാർ പാവപ്പെട്ട ഉമ്മത്തിനെ കൊണ്ടുപോവുകയാണ്. എന്താണ് പറയുന്നത്? എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും, എന്ത് രോഗമുണ്ടെങ്കിലും ഇന്ന തങ്ങളോട് പറഞ്ഞാൽ ആ തങ്ങൾ രോഗം മാറ്റിത്തരും. പാവപ്പെട്ട നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ ഉപ്പമാർക്ക് അറിയൂല. അവർ അവിടെ പോയി കരഞ്ഞ് കണ്ണുനീർ വാർത്ത് ആ ദർഗയിലെ മഹാന്മാരോട് ശൈഖന്മാരോട് പ്രാർത്ഥിക്കുന്നു. എന്തുമേൽ വലിയ അപകടമാണ് സഹോദരന്മാരെ. പ്രവാചകന്മാർ കാണിച്ചു തന്ന മാതൃക അതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അയ്യൂബ് നബി അലൈഹിസ്സലാമിനേക്കാൾ വലിയ രോഗം നമുക്ക് കാണാൻ സാധിക്കുമോ? അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്. എല്ലാം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. വലിയ സമ്പന്നനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. പക്ഷെ ഒരിക്കൽ പോലും പ്രയാസത്തിന്റെ നെരിപ്പോട് അനുഭവിക്കുമ്പോൾ പോലും ആ പ്രവാചകൻ തൻ്റെ മുൻകാല ഏറ്റവും ഉന്നതന്മാരായ മഹാന്മാരായ പ്രവാചകന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇന്നി മസ്സനിയദ്ദുറു വ അൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീയാണ് കാരുണ്യവാൻ, നീ എൻ്റെ രോഗം മാറ്റിത്തരണം എന്നുപോലും പറഞ്ഞിട്ടില്ല എന്നാണ്. അൻത അർഹമുർ റഹീമീൻ, നീയാണല്ലോ കാരുണ്യവാൻ. അതുകൊണ്ട് അതിന്റെ ഉദ്ദേശം എന്താണ്? എൻ്റെ അസുഖം മാറ്റിത്തരണം എന്നാണ്. അത് നിനക്കറിയാം, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. അള്ളാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം മാറ്റിക്കൊടുത്തു. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം ഒരു മനുഷ്യനിൽ എത്രത്തോളം രൂഢമൂലമാകുന്നുണ്ടോ അവന്റെ മുൻപിൽ എത്തിപ്പെടുന്ന പ്രയാസങ്ങളെല്ലാം അവന് എളുപ്പമാകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഖാല അസ്ഹാബു മൂസ, ഫിർഔനിന്റെ കിങ്കരന്മാരിൽ നിന്നും രക്ഷപ്പെട്ട് ചെങ്കടലിന്റെ മുമ്പിലെത്തിയ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഫിർഔനും കിങ്കരന്മാരും തന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നിലേക്ക് നടക്കാൻ ഒരു ഇടമില്ല. പാരാവാരം പോലെ പടർന്നു കിടക്കുന്ന അറ്റമില്ലാത്ത കടലാണ്. കൂടെയുണ്ടായിരുന്ന സ്വഹാബിമാർ അവർ ഭയപ്പെട്ടു, അവർ ദുർബലന്മാരായിരുന്നു. അവർ ഭയപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങളിതാ പിടിക്കപ്പെടാൻ പോവുകയാണല്ലോ മൂസ എന്നായിരുന്നു ചോദ്യം. മഹാനായ മൂസാ നബിയുടെ മറുപടി ഖാല കല്ലാ, അദ്ദേഹം പറഞ്ഞു ഇല്ല ഇല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്. അല്ലേ, എന്തുമാത്രം വലിയ തൗഹീദിൽ അടിയുറച്ച സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ആ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം. അത്രത്തോളം അള്ളാഹുവിനെ ഉൾക്കൊണ്ടു. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ഈമാനിൽ ഒരു ചാഞ്ചാട്ടം പോലും ഉണ്ടായില്ല. ഉറച്ചു നിന്നു, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും എന്ന് വളരെ ശക്തിയായി മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞുവെങ്കിൽ മൂസാ നബി അള്ളാഹുവിനെ മനസ്സിലാക്കിയത് എത്രമേൽ ശക്തിയിലാണ്, എത്രമേൽ ഗൗരവത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ മനസ്സിലാക്കി. അതുപോലെ നമുക്കും മനസ്സിലാക്കാൻ സാധിക്കണം. യൂനുസ് നബിയുടെ ചരിത്രം നമുക്കറിയാമല്ലോ, അല്ലേ? 3 ഇരുട്ടറകൾക്കുള്ളിലായിരുന്നു യൂനുസ് നബി അലൈഹിസ്സലാം അകപ്പെട്ടത്. പക്ഷെ അവിടെ പോലും മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ, ഞാൻ തെറ്റു ചെയ്തു പോയല്ലോ. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആകാശത്തിലെ ഇരുട്ട്, ആഴിയിലെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ട്, അങ്ങനെ 3 ഇരുട്ടുകൾ ഭേദിച്ചുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ തേട്ടം അള്ളാഹുവിലേക്ക് എത്തുകയാണ്. ഉടനെ തന്നെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മത്സ്യം ഒരു കരയിൽ തുപ്പുന്നു എന്നതാണ് ചരിത്രം. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ രക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ചരിത്രമൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാമും അങ്ങനെ റഹ്മാനായ റബ്ബിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കണം. എൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരാൻ എൻ്റെ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്ത് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇസ്ലാം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ആ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ സുന്ദരമായി ക്ഷമിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് പഠിപ്പിക്കുന്ന ഇമാം തുർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പരലോകത്ത് ചില ആളുകൾ വരും എന്നാണ്. അവരുടെ ചരിത്രം അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്നത്, അവർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഹദീസിലൂടെ പറയുന്നു, യവദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമ. ചില ആളുകൾ, യാതൊരുവിധ രോഗവുമില്ലാതിരുന്ന ആളുകൾ, ആരോഗ്യത്തോടെ ജീവിച്ച് ആരോഗ്യത്തോടെ മരിച്ച ആളുകൾ നാളെ പരലോകത്ത് എത്തും. അങ്ങനെ അവർ ഹീന യുഅ്ത അഹ്ലുൽ ബലാഇ സവാബ, അവർ ദുനിയാവിൽ പ്രയാസം അനുഭവിച്ച് എഴുന്നേൽക്കാൻ കഴിയാതെ ജീവിതത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകളെ അവിടെ കാണുന്നതാണ്. അങ്ങനെ ആരോഗ്യമില്ലാത്ത, ജീവിതത്തിൽ ആരോഗ്യമുണ്ടായിരുന്നില്ല, ദുനിയാവിന്റെ ഭൗതികമായ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ശാരീരികമായി അനുഭവിച്ചവരെ കാണുകയും അവർക്ക് അള്ളാഹു അതിൻ്റെ കാരണത്താൽ നൽകുന്ന പ്രതിഫലം പൂർണ്ണമായ ആരോഗ്യമുള്ളവർ കാണും. അങ്ങനെ കാണുമ്പോൾ ഈ പൂർണ്ണമായ ആരോഗ്യമുള്ളവർ ആഗ്രഹിച്ചു പോകും, ലൗ അന്ന ജുലൂദഹും കാനത് ഖുരിളത് ഫിദ്ദുനിയാ, ഞങ്ങളുടെയും ശരീരം പരലോകത്ത് ഇവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ഈ മനുഷ്യന്മാർ പറയുന്നതാണ്, ദുനിയാവിൽ ഞങ്ങളുടെയും ശരീരം കത്രികകൾ കൊണ്ട് ഛേദിച്ചിരുന്നെങ്കിൽ നമുക്കും ലഭിക്കുമായിരുന്നല്ലോ ഈ പ്രതിഫലം. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചു പോകുമെന്ന് ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പ്രയാസം അനുഭവിക്കുമ്പോൾ അത് മാനസികമായതോ ശാരീരികമായോ ആയ എന്ത് പ്രയാസമാണെങ്കിലും അതിനെല്ലാം റഹ്മാനായ റബ്ബ് കൃത്യമായി വിശ്വാസികളാണെങ്കിൽ നമ്മൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ പ്രതിഫലം നൽകും എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രയാസങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖദറിൽ തൃപ്തിപ്പെടുക, പരീക്ഷണങ്ങളിൽ പതറാതെ റഹ്മാനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മദാരിജുസ് സാലിക്കീൻ. അതിൽ അദ്ദേഹം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ഷമയും അദ്ദേഹം നേരിട്ട പരീക്ഷണത്തിൽ അദ്ദേഹം ക്ഷമിച്ചതുമായ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. പ്രമുഖനായ സ്വഹാബിയായിരുന്നല്ലോ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അവസാന കാലത്ത് അദ്ദേഹം മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് സ്വഹാബിമാരിൽ പലരും മരിച്ചുപോയി. അവസാന കാലഘട്ടത്ത് ജീവിച്ച സ്വഹാബിമാരിൽപ്പെട്ട ഒരാളാണ് സഅദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സ്വഹാബിയായ സഅദ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നും ഹജ്ജ് ചെയ്യാൻ വരുന്നുണ്ട് എന്നറിഞ്ഞ താബിഉകൾ എല്ലാവരും ഹറമിലേക്ക്, മക്കയിലെ പള്ളിയിലേക്ക് അടുത്തു. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ജഅലന്നാസു യുഹ്റഊന ഇലൈഹി ലിയദ്ഉ ലഹും. സ്വഹാബിയെ കണ്ട് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് താബിഉകളായ ആളുകൾ കടന്നു വന്നത്. അങ്ങനെ എല്ലാവരെയും സഅദ് റളിയല്ലാഹു അൻഹു കണ്ടു. അവർക്കൊക്കെ സഅദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. ആ സന്ദർഭത്തിൽ മഹാനായ ഒരു സ്വഹാബിയ, ഒരു താബിഈ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു അസ്സായിബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറയാണ്, ഞാനും സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാനും മെല്ലെ സഅദ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പോയിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഫഅതൈതുഹു വഅന ഗുലാം. ഞാൻ സഅദ് റളിയല്ലാഹുവിൻ്റെ അടുക്കലെത്തി. ഞാനാണെങ്കിൽ അന്ന് വളരെ ചെറിയ കുട്ടിയാണ്. ഫതഅറഫ്തു ഇലൈഹി ഫഅറഫനി. ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ സ്വഹാബിയായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്നെ മനസ്സിലായി. എൻ്റെ ഉപ്പയെ പരിചയപ്പെടുത്തിയ, വല്യാപ്പയെ പരിചയപ്പെടുത്തിയപ്പോൾ ആള് എന്നെ കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ട് ഞാൻ ചോദിച്ചു, യാ അമ്മി, അമ്മേ, അൻത തദ്ഉ ലിന്നാസ് ഫയശ്ഫഊൻ. താങ്കൾ ഇവിടെ വന്ന താബിഈകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാഹ് താങ്കളുടെ പ്രാർത്ഥന അല്ലാഹു കേട്ട് അവർക്ക് ശിഫാഉം ലഭിച്ചേക്കാം. വലൗ ദഅൗത ലിനഫ്സിക്,
ലറദ്ദല്ലാഹു അലൈക ബസറക്, എങ്കിൽ താങ്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? താങ്കൾക്കിപ്പോൾ കണ്ണ് കാണുന്ന അവസ്ഥയല്ലല്ലോ, കണ്ണ് കാണാത്ത പ്രയാസത്തിലായിരുന്നു സഅദ് റളിയല്ലാഹു ഉണ്ടായിരുന്നത്. അപ്പൊ താങ്കളുടെ കാഴ്ചയൊന്ന് തിരിച്ചു കിട്ടാൻ താങ്കൾ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചൂടെ? അള്ളാഹു താങ്കൾക്ക് ഉത്തരം ചെയ്യുകയില്ലേ എന്നായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സായിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. ഉടനെ തന്നെ മഹാനായ സ്വഹാബി വര്യൻ സഅദ് റളിയല്ലാഹു അൻഹു ഫതബസ്സമ, ഈ കുട്ടിയുടെ ചോദ്യം കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ഖളാഉല്ലാഹി അഹബ്ബു ഇലയ്യ മിൻ ബസരീ, അള്ളാഹു എനിക്ക് വിധിച്ച ഖളാ ഉണ്ടല്ലോ, അവസാന കാലത്ത് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടണമെന്നാണ് റഹ്മാനായ റബ്ബ് വിധിച്ചതെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ച് എന്റെ കാഴ്ചശക്തി തിരിച്ചു വാങ്ങുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതും റഹ്മാനായ റബ്ബിന്റെ ഖളാ ആണ്, അതുകൊണ്ട് ഞാൻ പൂർണ്ണ തൃപ്തനാണ് എന്ന് പറഞ്ഞ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു സായിബിനെ ഉപദേശിക്കുന്നത് നമ്മൾ ഈ ഗ്രന്ഥത്തിലൂടെ വായിക്കുന്നുണ്ട്. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ സലഫുകൾ അങ്ങനെയായിരുന്നു. നമുക്ക് ലഭിച്ച പരിമിതികൾ, നമ്മൾ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങൾ നൽകിയ അള്ളാഹുവിൽ നമ്മൾ തൃപ്തിപ്പെടുകയും ഇതെനിക്ക് ഖൈറാണ് എന്ന് പൂർണ്ണമായി വിചാരിക്കുകയും വേണം എന്നുള്ളതാണ് സലഫുകളുടെ ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠമെന്ന് മനസ്സിലാക്കി പരീക്ഷണങ്ങളിൽ പതറാതെ അള്ളാഹുവിൽ അടിയുറച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, എൻ്റെ ഗദ്ഗതങ്ങൾ ആ റബ്ബ് അറിയുന്നുണ്ട്, അവൻ എനിക്ക് പരിഹാരം കാണിച്ചു തരിക തന്നെ ചെയ്യും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക.